ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഫിൽറ്റർ കോഫിയാണ്. ഫിൽറ്റർ കോഫിക്ക് മെയിനായിട്ട് വേണ്ടത് ഫിൽറ്ററാണ്. ഈ കാണുന്നതാണ് ഫിൽറ്റർ. ഫിൽറ്റർ എന്ന് പറയുന്നത് 2 കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ കമ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ താഴത്തെ ഉള്ള ഭാഗത്താണ് ഡിക്കോഷൻ ഒന്ന് കളക്ട് ആവുന്നത്. ഈ ഫിൽറ്റർ കോഫിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫെ ഗോൾഡിന്റെ ബ്ലെൻഡ് കോഫി പൗഡറാണ്. ഈ ഫിൽറ്ററിന്റെ മൂടി തുറന്നതിന് ശേഷം ഈ അകത്തുള്ള ഭാഗം നമ്മൾ എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ അരിപ്പ പോലത്തെ ഭാഗമില്ലേ, ഇതിലാണ് നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടീസ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കടുപ്പം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 3 ടീസ്പൂൺ ചേർക്കാം. പക്ഷെ ഇതിൽ ഡിക്കോഷൻ കളക്ട് ആവുമ്പോഴേക്കും ഭയങ്കര പാടായിരിക്കും. ആ ചെറിയ ഹോളിന്റെ ഉള്ളിലൂടെ ഡിക്കോഷൻ കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് താഴോട്ട് വരില്ല വെള്ളം. അതുകൊണ്ട് 2 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഡിക്കോഷൻ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എടുക്കുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ അളവ് കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നല്ല തിക്കായിട്ടുള്ള ഡിക്കോഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ തിളച്ച വെള്ളം നമ്മൾ ആ കോഫി ഫിൽറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചതിന് ശേഷം അത് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഈ ഫിൽറ്റർ വഴി താഴെയുള്ള പോർഷനിൽ നമുക്ക് ആവശ്യമുള്ള ഡിക്കോഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അതങ്ങ് മാറ്റി വെക്കാം. ഇനി കോഫിക്ക് ആവശ്യമായിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കാം. പലരും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവരുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു കോഫി അല്ലെങ്കിൽ ടീ കുടിച്ചോണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കോഫിക്ക് ചൂട് പോരാ, തണുത്തു പോയി എന്നൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ചിലരുടെ ലൈഫിൽ ഈ കോഫിയും ടീയും. പാല് നന്നായിട്ട് തിളച്ചു പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഡിക്കോഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചെടുത്ത ഉടനെ അതേപടി ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. പാല് നന്നായിട്ട് പതഞ്ഞു വരുന്നവരെ അടിച്ചെടുക്കാം. ഇനി പഞ്ചസാര ചേർത്ത് കൊടുത്ത ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഡിക്കോഷൻ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കണവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇനി പാല് ചേർത്ത് കൊടുക്കാം. ഇനി ആ പഞ്ചസാര ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിൽറ്റർ കോഫി ഇവിടെ റെഡിയായി. ഈ പാത്രത്തിന്റെ പേര് ഡബറ സെറ്റ് എന്നൊക്കെ പറയും കേട്ടോ. ഇതിലാണ് ഫിൽറ്റർ കോഫി ഹോട്ടലുകളൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് തരാറ്. പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ പതഞ്ഞ് നിൽക്കണം. ഇതാണ് ഫിൽറ്റർ കോഫിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഈ കോഫി പൗഡർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ സെക്കൻഡ് യൂസിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേ സെയിം കടുപ്പത്തിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തെ പ്രാവശ്യവും ആ പൊടി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫിൽറ്റർ കോഫി തയ്യാറാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു.
നിങ്ങളെല്ലാവരും ഇതുപോലെ ഫിൽറ്റർ കോഫി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.